ബി.ജെ.പി. നേതാവായ സ്മൃതി സുബിൻ ഇറാനി അവരുടെ 38ാമത്തെ വയസ്സിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയത്. അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ വകുപ്പ് മന്ത്രിയായി ക്യാബിനറ്റ് റാങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൽ 2014 ചുമതലയേറ്റത്. അന്നവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ അമേഠിയിൽ 1,10,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണ് നരേന്ദ്രമോദി അവർക്ക് സഹായ വാഗ്ദാനം നൽകി ക്യാബിനറ്റ് പദവിയുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന ഖ്യാതി നേടിക്കൊടുത്തത്. അതിനുശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ അമേഠിയിൽ വിജയിക്കുന്നു. രാഹുൽ ഗാന്ധിയെ നിഷ്പ്രയാസം ഞാൻ തോൽപ്പിച്ചിരിക്കുന്നു എന്ന് അവർ വലിയ വായിൽ പ്രസംഗം നടത്തി. ഇനി അമേഠിയിൽ രാഹുൽ ഗാന്ധി എന്നല്ല, കോൺഗ്രസിന്റെ ആര് വന്നാലും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന വീരവാദം മുഴക്കി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,70,000-ഓളം വോട്ടുകൾക്ക് കോൺഗ്രസിന്റെ കിഷോരിലാൽ സ്മൃതി ഇറാനിയെ കെട്ടുകെട്ടിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇതിന്റെ പിന്നാമ്പുറ കഥയുണ്ട്. അതായത് സ്മൃതി ഇറാനിയെ സഹായിക്കുന്നത് മാത്രമല്ല, അവരെപ്പോലെ നിരവധിയായ ബി.ജെ.പിക്കാരെ ഉത്തർപ്രദേശിൽ വിജയിപ്പിക്കാനുള്ള ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അമിത്ഷാ നടത്തിയതിനു പിന്നിലെ പിന്നാമ്പുറ കഥ അറിഞ്ഞോ അറിയാതെയോ സ്മൃതി ഇറാനി ഇപ്പോൾ പരസ്യമാക്കിയിരിക്കുകയാണ്. സ്മൃതി ഇറാനി നേരത്തെ ഒരു അഭിമുഖത്തിന് പുറത്തുവിട്ട സംഭാഷണം വലിയ രീതിയിൽ ഇപ്പോൾ ബി.ജെ.പിയെ വെട്ടിലാക്കി. വിദേശ സഹായം ബി.ജെ.പി. തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ വേണ്ടി സ്വീകരിച്ചു എന്നുള്ളത് സ്മൃതി ഇറാനിയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫഡ്നാവിസും പരസ്യമായി പറഞ്ഞ കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള പരസ്യമായ സ്റ്റാറ്റസുകൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ബി.ജെ.പി. വളരെ ഗൗരവപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതീവ രഹസ്യമായി മാത്രം ബി.ജെ.പി. ഇത്തരത്തിൽ ധനസഹായം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യം കാത്തുസൂക്ഷിക്കുമ്പോൾ സ്മൃതി ഇറാനിയെ പോലുള്ളവർ അത് പരസ്യപ്പെടുത്തുന്നത് വഴി ബി.ജെ.പി. കൂടുതൽ വെട്ടിലായിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള രഹസ്യ ഡീലുകൾ വിദേശ രാജ്യങ്ങളിലെ ഏജൻസികളുമായി നടത്തുന്ന ഡീലുകൾ മാത്രമല്ല, വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ചില അട്ടിമറികൾക്ക് സഹായം ചെയ്തു കൊടുക്കലിന്റെ ഭാഗമാണ് എന്നുള്ളത് മാധവി പുരീപിച്ചടക്കമുള്ളവർ ചെയ്യുന്നു എന്ന ആരോപണം ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. അവിടെയാണ് സ്മൃതി ഇറാനി ബി.ജെ.പിയുടെ ഈ പിന്നാമ്പുറ കഥ എന്താണെന്നുള്ളത് തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് സ്മൃതി ഇറാനി ചെയ്തത് ബി.ജെ.പിയെ ദ്രോഹിക്കാൻ വേണ്ടിയാണോ, അതോ ബി.ജെ.പിയിൽ നിന്ന് ആനുകൂല്യമൊന്നും തന്നെ കിട്ടാത്തതുകൊണ്ട് അവരെ താറടിക്കാൻ വേണ്ടിയാണോ എന്ന ചോദ്യം ഇപ്പോൾ അമിത്ഷാ അടക്കമുള്ളവർ പാർട്ടി യോഗങ്ങളിൽ ചോദിക്കുന്നുണ്ട്. എന്തുതന്നെയായിരുന്നാലും അത് ബി.ജെ.പിയുടെ രാഷ്ട്രീയ ഭാവിയെ തുലയ്ക്കുന്ന ഒരു കാര്യമാണ്. കാരണം അതീവ രഹസ്യമായാണ് ബി.ജെ.പി. ഇത്തരത്തിൽ ഇലക്ഷൻ അട്ടിമറിക്ക് വേണ്ടിയുള്ള രഹസ്യ നീക്കങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ടുകളുള്ളത്. ആ റിപ്പോർട്ടുകൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ആരോപണ വിധേയമാകുമ്പോഴും അതിനെപ്പറ്റിയുള്ള തെളിവുകൾ സാധാരണ പ്രതിപക്ഷത്തിന് ലഭിക്കാറില്ല. ഇത് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ആയുധം കൊടുക്കുന്നതിന് തുല്യമായി സ്മൃതി ഇറാനിയുടെ ഈ മണ്ടൻ തീരുമാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് പ്രതിപക്ഷത്തിന് കൂടുതൽ ഗുണകരമാകുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.